അനന്തപുരം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായിരിക്കെ നേതാക്കൾക്കായി ഇന്നും വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കെ.സി. വേണുഗോപാലിനായും വി.ഡി. സതീശനായും രമേശ് ചെന്നിത്തലയ്ക്കുമായാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെയാണ് വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. എറണാകുളം പെരുമ്പാവൂരിലും തൃക്കാക്കരയിലും കോട്ടയത്തും പാലായിലും ആലപ്പുഴയിലും കെ.സി. വേണുഗോപാലിനായി ഫ്ലക്സുകൾ ഉയർന്നു. തൃക്കാക്കര വള്ളത്തോൾ ജംഗ്ഷനിലും കെ.സിക്കായി ഫ്ലക്സുകൾ സ്ഥാപിച്ചു. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഫ്ലക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ഡി.സി.സി ഓഫീസിന് സമീപത്തും നഗരത്തിലും പാലായിലും സമാനമായ രീതിയിൽ കെ.സിക്കായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിൽ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ദ റിയൽ ലീഡർ എന്ന് ബോർഡ് വെച്ചത്. വയനാട് മേപ്പാടി പള്ളിക്കവലയിലെ കോൺഗ്രസ് എന്ന പേരിലാണ് വി.ഡി. സതീശനായി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. വി.ഡി. സതീശന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുമായി കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് യു.ഡി.എഫ് ആഹ്ലാദ പ്രകടനം നടത്തി. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടുകളുടെ രാജകുമാരൻ തുടങ്ങിയവയാണ് ഫ്ലക്സ് ബോർഡിലെ വിശേഷണം. കണ്ണൂർ പയ്യന്നൂർ വെള്ളൂരിൽ നിയുക്ത എം.എൽ.എ. വി. കുഞ്ഞികൃഷ്ണന്റെ വാർഡിലും മട്ടന്നൂരിലും വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നയിക്കട്ടെ എന്നാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. പത്തനംതിട്ടയിലും പെരുമ്പാവൂരിലും കോഴിക്കോടും കൊല്ലം ചിന്നക്കടയിലും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല എന്നാണ് തലവാചകം. പ്രവർത്തകരുടെ മനസ്സറിയുന്ന നേതാവ് കേരളം നയിക്കട്ടെ എന്ന തലക്കെട്ടോടെയാണ് ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. കേരളത്തിന്റെ സ്പന്ദനമറിയുന്നവൻ കേരളം നയിക്കട്ടെ എന്ന തലക്കെട്ടോടെ പത്തനംതിട്ട ഡി.സി.സി ഓഫീസിന് മുന്നിലും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല, ഹൈക്കമാൻഡാണെന്നും ഫ്ലക്സുകളല്ല മാനദണ്ഡമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്നിപ്പോൾ നിരീക്ഷകരായിട്ടുള്ള സി മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. അതിനിടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് NGO അസോസിയേഷൻ പ്രവർത്തകർ സ്വീകരണം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.